സെൻറ്റ് ആൻ്റണീസ് ചർച്ച് മാന്ത്ര വളരെ ഫേമസായി വരുന്ന ഒരു പള്ളിയാണ് മാന്ത്ര. ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും ഇവിടെ വന്ന ആൾക്കാർ സാധിക്കുന്നുണ്ട്. 17 വർഷം ആയി ഈ പള്ളി ഇങ്ങനെ പണിതിട്ട്. പള്ളിയുടെ പ്രത്യേക രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. കട്ടകളുടെ തനിരൂപം ഇവിടെ കാണാം. മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പൊൻകുന്നത്ത് നിന്നും പാലാ റൂട്ടിൽ 1-ാം മൈലിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മാന്ത്രയിലേക്കാണ് 3 കിലോമീറ്ററുണ്ട്. പാർക്കിംഗ് ഏരിയയിൽ തന്നെ മാലാഹായുടെ ഒരു 10 അടി ഉയരമുള്ള ശില്പം ഉണ്ട്. അതുപോലെ തന്നെ ഇല്ലിമുളകൾക്കിടയിൽ മാതാവിൻ്റെ നല്ലൊരു രൂപം കാണാം. പള്ളിയുടെ മുൻവശത്തായിട്ട് ഇടത്ത് സൈഡിൽ തിരി കത്തിച്ചുള്ള പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിയോരക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും കാണാം. ആഴ്ചയാണ് 4 മണി മുതൽ ഇവിടെ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം വികാരി അച്ഛൻ നിങ്ങളെ തിരുസ്വരൂപത്തിൻ്റെ ആശീർവാദം തരുന്നതാണ്. വഴിയായിട്ട് മുന്നോട്ട് പോയാൽ ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പള്ളിയുടെ ഉള്ളിൽ മനോഹരമായിട്ട് 14 സ്ഥലങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒഴുകുന്ന ഒരു ജലധാരയാണ്. ഈ ജലധാര പള്ളിയുടെ നടുഭാഗത്ത് നിന്ന് അൾത്താരയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് ഈ സൈഡിലേക്ക് വന്ന് വലത്ത് വന്ന് ഇത് താഴേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കാണാം ഭക്തർ ഈ വെള്ളം പിടിച്ച് കുടിക്കുന്നുണ്ട്. ലൂർദിലെ മാതാവിൻ്റെ അത്ഭുതം നടന്ന വെള്ളം വലത്തോട്ട് കറങ്ങുന്ന രീതിയിലുള്ളതാണ്. അതേ വെള്ളമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ജലം ഇവിടെ പള്ളിയുടെ നടുവിലൂടെ ഒഴുകി അവിടെ കണ്ണാടി ചില്ലുകൊണ്ടുള്ള ധാരയുണ്ട്. അതിനടിയിലൂടെ നടുവിലൂടെ ഒഴുകി ഇത് പള്ളിയുടെ അറ്റത്തെത്തി ഈ ഇരിക്കുന്ന നമ്മുടെ കുമ്പസാരക്കൂടിൻ്റെ അടിയിൽ ചെന്ന് മണ്ണിലേക്ക് ചേരുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനാലാണ് ഈ കുമ്പസാരക്കൂട് പ്രത്യേകം അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. അച്ഛന്മാർക്ക് താമസിക്കാനുള്ള 2 നിലയുള്ള കെട്ടിടമാണ് പുറകുവശത്തായിട്ടുള്ളത്. വളരെ മനോഹരമായ കട്ടയിൽ പണിത് ചേർത്തിരിക്കുന്ന പുതിയ രീതിയിലുള്ള ഒരു ശില്പമാതൃകയാണ് ഈ പള്ളിക്കുള്ളത്. ഇതിൻ്റെ മുൻവശത്ത് നിന്ന് നോക്കിയാലും സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഒരു പ്രത്യേകത തോന്നുന്നതാണ്. ഇതാണ് പള്ളിയിലേക്ക് വരുന്ന മെയിൻ റോഡ്. മുമ്പിൽ തന്നെ അന്തോനീസിൻ്റെ രൂപവും ബാക്കി എഴുത്തുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കാണാൻ കട്ട കോർബെല്ല് വെച്ച് കെട്ടി നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്രത്യേകതയാണ് ഇടത്തെ സൈഡിൽ നമുക്ക് അൽഫോൻസാമ്മയുടെയും ലൂർദ് മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും രൂപങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പുൽക്കോട് മാതാവിൻ്റെ ലൂർദ് മാതാവിൻ്റെ രൂപം, അൽഫോൻസാമ്മ, വിശുദ്ധ പാത്രി പിയോ, കരുണയുടെ ഈശോ മുതലായവ രൂപങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട കുട്ടികളുടെ
രൂപവും ഇവിടെ വച്ചിട്ടുണ്ട്. ലൂർദിലെ 2 കുട്ടികൾ, കരുണയുടെ കർത്താവ് വിശുദ്ധ പാത്ര പിയോ, അൽഫോൻസാമ്മ, ലൂർദിലെ മാതാവ്, പുൽക്കൂട്. ഉടനെ തന്നെ മരിയൻ ദാനം അടുത്ത ആഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. വെളിയിൽ നിന്നുള്ള മാതറ വിശുദ്ധ അന്തോനീസിൻ്റെ പള്ളിയുടെ ദൃശ്യമാണിത്. മുന്നിൽ കൂടെ റോഡ് പോകുന്നു. റോഡിൻ്റെ എതിർവശത്തായിട്ടാണ് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. 10-30 വണ്ടി വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ പള്ളിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കുമ്പസാരക്കൂടിൻ്റെ അവിടെ താഴ്ന്ന വെള്ളം പിന്നീട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു നദി ഒഴുകുന്നത് കാണാം. വലുതല്ലെങ്കിലും നീളം കൂടിയ ഒരു നദിയാണിത്. നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൂഞ്ഞാർ കുര്യൻ.